സർ, ഒടുവിൽ 25% താരിഫ് അടിച്ചു തന്നിട്ടുണ്ട് അമേരിക്ക. അപ്പോൾ ഈ വാർത്ത വന്നു തുടങ്ങിയ സമയം മുതൽ പറയുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റൈൽ വിപണി ഉൾപ്പെടെ മേഖല ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ചിലർ ഇതിനെ ആഘോഷമാക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന് വരുന്ന ഒരു കാര്യമാണ് അതിനെ ഒരുമിച്ച് നിന്ന് മാറ്റിയെടുക്കുക, അതിനെതിരെ പോരാടുക എന്നുള്ള ഒരു കാര്യം അവിടെ നിൽക്കുമ്പോഴും ചിലർക്ക് വലിയ താല്പര്യമാണ് യു എസിനോട് ചേർന്ന് നിന്ന് നിലപാടുകൾ പറയാനും അവർക്ക് വേണ്ടി ശബ്ദിക്കാനും പാകിസ്ഥാന് വേണ്ടി ശബ്ദിക്കാനും ഒക്കെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് തന്നെ വലിയ താല്പര്യമുള്ള സമയമാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട് എന്ന് കൂടി അറിയുന്നുണ്ട്. ഇത് സത്യത്തിൽ ഇവരൊക്കെ പറഞ്ഞു വരുത്തുന്നത് പോലെ വലിയ രീതിയിൽ ഇന്ത്യക്കൊരു തിരിച്ചടിയാകുമോ? തിരിച്ചടിയാകുമോ എന്ന് ചോദിച്ചാല് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അമേരിക്ക. അപ്പം ആ രാജ്യവുമായിട്ട് ഒരു പ്രശ്നം വന്നാൽ ഇപ്പം നമ്മളുടെ കയറ്റുമതി ഇറക്കുമതിക്കകത്ത് നമുക്കൊരു ക്ഷീണം വരുമ്പോൾ ആ രാജ്യത്തുമായിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കരാറിനകത്ത് നമുക്ക് പറ്റുന്ന ക്ഷീണമൊക്കെ പറ്റും നമുക്ക്. അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് ഇപ്പൊ പോകുന്നതിനകത്ത് ഇതിന് ഒരു മറുമരുന്ന് കാണുന്നിടം വരെ നമുക്ക് അതിനകത്ത് ഒരു സ്ലോ ഡൗൺ വരും. അതൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞത് ഇന്ത്യ മഹാരാജ്യം അങ്ങ് എഴുതി കൊടുക്കണം എന്ന് പറഞ്ഞൊരു കരാർ കൊണ്ട് വന്ന കരാറുകൾ ഒപ്പിടാൻ പറ്റും. മാത്രമല്ല തുലനം ചെയ്യുമ്പോൾ രണ്ട് രാജ്യങ്ങളുണ്ട്, റഷ്യ അമേരിക്കയും. ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ, ഒരു രാജ്യം ഇസ്രായേൽ. എന്തായാലും ഈ താൽക്കാലിക ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന അവന്റെ ഊരത്തിന് വേണ്ടി നമുക്ക് നിന്നു കൊടുക്കാൻ പറ്റും. ഇപ്പൊ എന്താണ് പ്രശ്നം? റഷ്യ യുക്രൈനുമായിട്ട് യുദ്ധം. ആര് യുദ്ധം ഉണ്ടാക്കി? നാറ്റോയിൽ കയറുന്നതിന് വേണ്ടി യുക്രൈൻ ശ്രമിച്ചു. നാറ്റോയിൽ കയറാൻ പറ്റത്തില്ലെന്ന് അമേരിക്ക പറഞ്ഞു, റഷ്യ പറഞ്ഞു. കാരണം ഈ ഗേറ്റ് വേ ആവും, പോളണ്ട് കഴിഞ്ഞിട്ട് അടുത്ത ഗേറ്റ് വേ ആവും. കാരണം റഷ്യക്ക് ഗേറ്റ് വേ ആയി കഴിഞ്ഞാൽ റഷ്യക്ക് അമേരിക്കയുമായിട്ടുള്ള ശത്രു നിൽക്കുന്നില്ല. അപ്പൊ ഏറ്റവും വലിയ അവർ സമ്മതിക്കത്തില്ല. അവർ തമ്മിൽ യുദ്ധം തുടങ്ങി. ഈ യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതെല്ലാം പറയുന്ന അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും. അവനുമായിട്ടുള്ള യുദ്ധം റഷ്യ യുദ്ധം നിർത്തുന്നില്ല. അവന്റെ താല്പര്യത്തിന് വേണ്ടി യുദ്ധം തുടങ്ങിയിട്ട് നമ്മുടെ താല്പര്യങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ യുദ്ധത്തിന് സഹായിക്കണം എന്ന് പറയുന്നത് എവിടെ തന്നെ ആയ ഇരട്ടത്താപ്പല്ലേ? നമ്മൾ പാകിസ്ഥാനെ അടിച്ച ബഹുമാൻ എത്ര സഫർ ചെയ്തു? അല്ലെങ്കിൽ ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന യുദ്ധത്തിന്റെ ഈ അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്ക എത്ര സഫർ ചെയ്തു? അപ്പൊ അതൊന്നും നിന്ന് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതി തന്നെ ഇപ്പം. അതുകൊണ്ട് ആദ്യം പറഞ്ഞു ഈ പറഞ്ഞ യുദ്ധം ഇയാൾ പറഞ്ഞു അങ്ങ് നിർത്തുമെന്ന് വിചാരിച്ചു. ട്രംപ് നിർത്താനൊക്കെ ചെന്ന് കാര്യം കാര്യം അവിടെ നിൽക്കട്ടെ. അതിനുശേഷം ഈ യുദ്ധം നിർത്തുന്നതിന് മുമ്പ് യുദ്ധം ഒരു പരിവ് അല്ലെങ്കിൽ നിർത്താൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ചർച്ച നടക്കുന്ന സമയത്താണല്ലോ ഈ പറയുന്ന ഇവരുടെ എല്ലാം സഹായത്തോടു കൂടി വളരെ കൃത്യമായിട്ട് റഷ്യക്ക് അകത്ത് കയറി റഷ്യയുടെ താവളങ്ങൾ, അവരുടെ വിമാനത്താവളങ്ങൾ, ഏതാണ്ട് 40ഓളം വിമാനത്താവളം ഉൾപ്പെടെ ആക്രമിച്ചത്. ആരുടെ സഹായം? യുക്രൈനിൽ എന്തായിരിക്കുന്നു? യുക്രൈൻ്റെ ഒരു കൊച്ചുനോക്ക് പോലും ഇല്ല. അറിയാവോ ആരാ സഹായിച്ച്? യൂറോപ്യൻ രാജ്യങ്ങൾ. യൂറോപ്യൻ രാജ്യങ്ങളെ സഹായിക്കുന്നതിന് ആരാ പുറമെ വയ്ക്കുന്ന? അമേരിക്ക. അതിനുശേഷം അവിടുത്തെ ഒരു വലിയ പാലം തകർക്കുന്നതിന് തയ്യാറല്ലേ? പല ആക്രമണങ്ങളും ഇപ്പൊ മോസ്കോയിൽ ഉൾപ്പെടെ നടത്തിയില്ലേ? ഇതിനെല്ലാം സഹായം ചെയ്തു കൊടുക്കുന്ന ആരാ? അപ്പൊ അവർക്ക് സഹായം ചെയ്തു കൊടുക്കാം, അതിന് തിരിച്ചടി കൊടുക്കുന്നത്. റഷ്യ തിരിച്ചടിക്കാത്തത് എന്തുകൊണ്ട്? ഒന്നോ രണ്ടോ ബാലിസ്റ്റിക് മിസൈലിൽ തീരാവുന്ന രാജ്യം ആണ്. പക്ഷെ ഇതെല്ലാം പണ്ട് സോവിയറ്റ് യൂണിയനായിട്ട് കിടന്ന, ഇപ്പോഴും അവിടെ കിടക്കുന്ന ഈ മിഡിൽ ഈസ്റ്റിൽ ഇറാനുമായിട്ടുള്ള യുദ്ധ സമയത്ത് എന്താ ഇസ്രായേലിനെ അടിക്കാത്തതെന്ന് റഷ്യ എടുത്ത് ചോദിച്ചപ്പോൾ റഷ്യ പറഞ്ഞ എന്താ? ഞങ്ങളുടെ ആൾക്കാർ 20 ലക്ഷം പേരവിടെ കിടപ്പുണ്ട്. ഇവിടുത്തെ ഭാഷ പറയുന്നവൻ അവിടുത്തെ ആളുണ്ട്. ആര്? ഈ പറയുന്ന ഇസ്രായേലിലുണ്ട്, ജൂതന്മാരുണ്ട്. അതുകൊണ്ട് അടിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇതിനകത്തും ഉണ്ട്. ഇവരുടെ സഹോദരങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് അവർ പരുവത്തിന് അടിക്കുന്നത്. നമ്മൾ ഈ നോവിക്കാതെ പിള്ളേരെ അടിക്കത്തില്ല. സ്വന്തം പിള്ളേരെ അടിക്കുന്നത് എങ്ങനെ? നിക്കർ ഒരു തുടയിലേ അടിക്കത്തുള്ളൂ, കണ്ട കടച്ചാണി അടിക്കൂ എന്ന് പറഞ്ഞ പോലെ റഷ്യയുടെ യുദ്ധം ചെയ്യാൻ അറിയാൻ പറ്റാത്തതുകൊണ്ട് ആളില്ലാത്തതുകൊണ്ടൊന്നും അല്ല. ഇത് അവർക്ക് വേണ്ടപ്പെട്ടതായതുകൊണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് അവർ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ, യുദ്ധം ഉണ്ടാക്കി വെക്കുമ്പോൾ, യുദ്ധത്തിൽ ജയിക്കാൻ പറ്റാതെ വരുമ്പോൾ, അമേരിക്കയ്ക്ക് പ്രശ്നമാകുമ്പോൾ, അമേരിക്ക വിചാരിക്കാത്തടത്ത് നിൽക്കുമ്പോൾ അവിടെ നിന്ന് എണ്ണ കച്ചവടം ചെയ്യുന്നവനും അല്ലെങ്കിൽ ആയുധ കച്ചവടം ചെയ്യുന്നവനും ആ രാജ്യമായിട്ട് പണ്ടത്തെ സൗഹൃദം ഉള്ളവനും അങ്ങ് നിർത്തിയേക്കണം. ഞങ്ങൾ പറയുമ്പോൾ സൗഹൃദം ഉണ്ടാക്കിയാൽ മതി എന്ന് വിചാരിക്കുന്ന, അത്തരത്തിൽ കേൾക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ന് ഇന്ത്യയില്ല. പണ്ടുണ്ടായിരുന്നു, ഗതികെട്ടപ്പോ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരത്തിൽ നട്ടലില്ലാത്ത പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണാധികാരികളും ഒക്കെ ഉള്ളപ്പോൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. ഇപ്പൊ നടക്കത്തില്ല. ഇന്ത്യക്ക് വാങ്ങൽ ശേഷിയുണ്ട്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പോളമാണ്. ഇന്ത്യ മാനുഫാക്ചറിങ്ങിൽ വലുതാണ്. ഇന്ത്യ എല്ലാ രീതിയിലും പ്രതിരോധ സംവിധാനത്തിനകത്ത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ്. ഒരുപക്ഷെ ഇപ്പം റഷ്യ പൊമ്മയിക്കുന്നതുകൊണ്ട് 2ാം സ്ഥാനം തന്നെ ഇന്ത്യക്കുണ്ട്. അമേരിക്കയെക്കാട്ടിൽ ആയുധങ്ങൾ ഈ പറയുന്നത് പോലെ ലോകത്ത് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്നു. അതിനുശേഷം അതിനെ ട്രെയിനിങ് കൊടുക്കുന്നതിനും ഒക്കെയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നു. അപ്പൊ അത് അംഗീകരിച്ചു കൊടുക്കുന്ന അവസ്ഥയൊന്നും ഇപ്പൊ ഇല്ല പണ്ടത്തെ കൂട്ട്.
അതുകൊണ്ടാണ് ഇയാൾ പറഞ്ഞത് വരട്ടിയപ്പം 25% ഫൈൻ അടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ഫൈൻ അടിച്ചു, 20% എടുത്തു, അല്ലെങ്കിൽ നടത്തിക്കോ, ഞങ്ങൾ അവിടുന്ന് എണ്ണ മേടിക്കും, ഞങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ആയുധം മേടിക്കും, ഞങ്ങൾ അവരുമായിട്ട് പല ബന്ധങ്ങളും ഉണ്ട്, അതൊന്നും നിർത്തിവെച്ചു പോകാൻ ഇവിടുത്തെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് അക്കത്തില്ല. നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിന് നമ്മുടെ രാജ്യത്തിനകത്ത് നിൽക്കുന്നവരുടെ താല്പര്യം അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അതാണ് ഇപ്പൊ 8-ാം തീയതിയാണ് തീരുമാനം നടപ്പാക്കുന്നത്. ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. നമ്മൾ അതിനെ കാണുന്നില്ല. ആരും ഇവിടുത്തെ പിന്നെ കുറെ ആൾക്കാർക്കുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു ഗുണം അറിയാമല്ലോ, ഇന്ത്യക്ക് എന്തെങ്കിലും പറ്റിയാ കിട്ടുന്ന ഒരു സുഖം വേറെ ഒരു സുഖവും ഇല്ല, മറ്റുള്ള രാജ്യങ്ങളിലെ ആൾക്കാരുടെ കൂട്ടല്ല. ഇപ്പൊ ഇതിന്റെ കീഴിലൊക്കെ വന്ന് നമ്മൾ അമേരിക്കയെക്കാട്ടിൽ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ അമേരിക്കയെക്കാട്ടിൽ വലുതാണെന്നും പറയത്തില്ല, അല്ലെങ്കിൽ അമേരിക്കയോട് മത്സരിക്കാൻ പറ്റുന്ന രാജ്യം എന്നൊക്കെ പറയുന്ന ചില പൂങ്കന്മാർ വന്ന് നമ്മുടെ കീഴിൽ കമന്റ് ഇടാൻ, നീ എന്തുവാടെ പണയില്ല, നിനക്ക് എന്തുവാടെ അറിയാം, കാരണം അത് കേൾക്കാൻ പോലും ഉള്ള സുഖം അവന്മാർക്കില്ല. മനസ്സിലായില്ലേ? കാരണം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോലും ഒന്നുള്ള സുഖം അതിനകത്തില്ല. ചുമ്മാതെങ്കിലും 4-5 വിമാനം തറയിൽ വീണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും, അല്ലെങ്കിൽ നമുക്കൊരു തോൽവി സംഭവിച്ചപ്പോൾ കിട്ടുന്ന ഒരു സുഖവും, നമ്മുടെ രാജ്യത്ത് ഇതുപോലെ മറ്റാരെങ്കിലും കയറി നമ്മുടെ രാജ്യത്ത് ഉള്ളവനെ, ഇവന്റെയൊക്കെ സഹോദരങ്ങളെ തന്നെ ഇവന്റെയൊക്കെ വീട്ടിൽ കയറി അടിക്കണമാണ്. എന്നാലും കുഴപ്പമില്ല, ഇന്ത്യയിലുള്ളവനാന്ന് വെച്ചിട്ട് ഇവന്മാര് പറയും കുഴപ്പമില്ല, അടിച്ചോളാൻ പറയും. സ്വന്തം ഈ പറയുന്ന ഇന്ത്യക്ക് കുഴപ്പം വരുന്ന രീതിയിലേക്ക് ഇവന്റെ അമ്മയും പെങ്ങളെയും നെഞ്ചത്തൂടെ വെടിയുണ്ട പോകുന്ന ഒരു അവസ്ഥ വന്നാൽ പോലും ഇവന്മാർക്ക് സന്തോഷം. ഈ അമ്മയും പെങ്ങളും ആണെങ്കിലും കുഴപ്പമില്ല, ഇന്ത്യക്കാരാണല്ലോ. അതേ രീതിയിലേക്ക് മാനസികാവസ്ഥയുള്ള ഇന്ത്യക്കാരുണ്ട്. ഈ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇതിന്റെ കീഴിൽ കമന്റുമായിട്ട് വരുന്നവന്മാരെ കാണുമ്പോൾ നമുക്കതാ മനസ്സിലാവും. അപ്പം ആ കമന്റുമായിട്ട് വരുന്നവന്മാരടുത്ത് ഒരു കാര്യം നമ്മൾക്ക് അല്ലെങ്കിൽ ബോധ്യപ്പെട്ട് അല്ലെങ്കിൽ ദീർഘമായിട്ട് വെളിയിൽ സമ്മതിക്കേണ്ട, പരിശോധിച്ചാൽ മനസ്സിലാവും, ലോകത്തെ നിയന്ത്രിക്കുന്ന നിയന്ത്രണ ശക്തികളുടെ ഭാഗമായിട്ട് ഇന്ത്യ വരുന്നു, അല്ലെങ്കിൽ വളരെ കാലമായിട്ട് ഇന്ത്യയോട് ആലോചിക്കാത്ത ഒരു കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു അവസ്ഥ ഇന്ന് ഇന്ത്യ ഇല്ല. അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കും നാറ്റോ രാജ്യങ്ങൾക്കും അല്ലെങ്കിൽ GCC രാജ്യങ്ങൾക്കും ഉൾപ്പെടെയുള്ളിടത്ത് ഇന്ത്യയുടെ തീരുമാനം കൂടെ അറിഞ്ഞ് തീരുമാനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അതായത് എല്ലാ രാജ്യത്തിന്റെയും എക്കണോമിക്കൽ ഗ്രോത്ത് ഇന്ത്യയുമായിട്ട് ബോധ്യപ്പെട്ട് അല്ലെ ബന്ധപ്പെടുത്തി നിന്നാൽ മാത്രമേ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ അല്ലെങ്കിൽ ഈ താരിഫ് ഏർപ്പെടുത്തിയപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ എക്കണോമി ഡെഡ് ആണെന്ന് പറയുമ്പോഴും ഇവിടുത്തെ രാജ്യത്തോട് ഈ ആഗസ്റ്റ് 25-ാം തീയതി ഇങ്ങോട്ട് വന്ന് അലസിപ്പോയ ചർച്ച വീണ്ടും ചർച്ച ചെയ്യാൻ വരിക. എന്താ എക്കണോമി ഡെഡ് ആയിട്ടുള്ള വീണ്ടും ഇവിടെ ചർച്ചയ്ക്ക് പറഞ്ഞു. ഇതിനു മുമ്പും ഇന്ത്യക്ക് ഉപരോധം ഉണ്ടായിട്ടുണ്ട്, അന്നും ഇന്ത്യ പിടിച്ചു നിന്നിട്ടുണ്ട്. പക്ഷേ അത് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന നേതാവിൻ്റെ കാലത്തായിരുന്നു, ഭരണകർത്താവിൻ്റെ കാലത്തായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വീണ്ടും നിവർന്നു നിന്ന് ഏത് നിമിഷവും ഏത് സ്ഥലത്തും ഏത് പാതിരാവിലും ഇന്ത്യക്കൊരു നിലപാടുണ്ട്, അതിലാരും ഇടപെടണ്ട എന്ന് പറയുന്ന കൃത്യമായ ഒരു ഭരണ നേതൃത്വമുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചൊറിച്ചിലുണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. കാരണം പണ്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ കാര്യം ഒഴിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ 65 വർഷം എന്ന് പറയുന്നത് ഒരു നിർണായക കാലയളവാണ്. കാരണം ഈ 65 വർഷം ഇന്ത്യക്ക് സത്യത്തിൽ മറുപടി ഉണ്ടായിരുന്നില്ല, പലതിനും ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം അമേരിക്കയ്ക്ക് വളം വയ്ക്കുന്ന ഒരു രീതിയിൽ തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്കാർ എവിടെ പോയാലും യാതൊരു വിലയും ഉണ്ടായിരുന്നില്ല. പലപ്പോഴും ഇന്ന് മോദി ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയുമ്പോൾ വിദേശീയർ ഉൾപ്പെടെ പറയുന്നുണ്ട്, പല എംബസികളിലുമൊക്കെ ഇന്ന് ചെല്ലുമ്പോൾ ഇന്ത്യക്കാർക്കുള്ള ഒരു വില എന്ന് പറയുന്നത് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്തത് തന്നെയാണ്. ഇപ്പോൾ തുർക്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം വരുമ്പോഴും ഈ തുർക്കിയിൽ നിന്ന് കാര്യങ്ങൾ വേണ്ട, ഞങ്ങൾക്ക് നിന്റെ സാധനങ്ങൾ വേണ്ട എന്ന് പറയാനായിട്ട് ഒരു മനസാന്നിധ്യമുള്ള ഒരു ജനത ഇവിടെ ഉണ്ടായിരുന്നു, വ്യാപാരികൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് നമുക്കെതിരെയുള്ള ആളുകൾ, നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ, സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അമ്മയുടെയും പെങ്ങളുടെയും നെഞ്ചത്ത് വെടിയുണ്ട കൊണ്ടാലും കുഴപ്പമില്ല, പക്ഷെ അത് ഇന്ത്യക്കാരനാണല്ലോ എന്ന് ചിന്തിച്ച് ഒരു ഉൾപ്പുളകം കൊള്ളുന്ന ചില ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ആ ആളുകളാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി. ഭീകരരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, പക്ഷെ ഉള്ളിലിരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ പറയുന്നവരെ കണ്ടുപിടിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ചിലരൊക്കെ തലപൊക്കി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ. ഇപ്പോൾ ഈ ഒരു കാര്യം താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം വരുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇന്ത്യ ഇതിനെയും നേരിടും. സ്വാഭാവികമായിട്ടും നമുക്ക് നിലനിന്നേ പറ്റുള്ളൂ. നമ്മൾ ഉയർച്ചയുടെ പടവുകളിലാണ്. അതുകൊണ്ട് നമുക്ക് നിലനിന്ന് തന്നെ ആകണം. മറ്റൊരു വിപണി കണ്ടെത്തുന്നത് വരെയുള്ള ചില ഉലച്ചിലുകൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. നമ്മുടെ കുടുംബത്തിലായാലും ചില കാര്യങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് ദിവസം ഒന്ന് സഫർ ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്ന് നമ്മൾ വീണ്ടും
ഉയർത്തെണീറ്റ് വരിക തന്നെ ചെയ്യും. ഇന്ത്യക്ക് അതിനുള്ള ശേഷിയുണ്ട്. അതെല്ലാവരും മനസ്സിലാക്കിയാൽ നന്ന്.